ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേരള സ്പെഷ്യൽ പാൽ കപ്പയാണ് റെഡിയാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നന്നായി കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി മുറിച്ച കപ്പ ഒരു കുക്കറിലേക്ക് ഇടുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് 4-5 വിസിൽ വരുന്നവരെ വേവിക്കാം. കപ്പ വേവുന്ന ടൈമുണ്ട്. ഒരു 15 ചെറിയ ഉള്ളി, 3 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കുക. പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം കുക്കർ തുറന്ന് കപ്പ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക. ഇതിലേക്ക് ചതച്ച് വെച്ച ഉള്ളിൻ്റെ മിക്സ് ചേർക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു കപ്പ് കട്ടിയില്ലാത്ത തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. തേങ്ങാപ്പാലൊന്ന് വറ്റി വരുന്നവരെ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിലേക്ക് 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് ഇളക്കാം. കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഓവർ തിളപ്പിക്കരുത്. ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കി എടുക്കുക. അതിനായി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ചെറിയുള്ളി ചേർത്ത് ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ വഴറ്റുക. ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തൊന്ന് വഴറ്റുക. ഇനി ഈ താളിപ്പ് പാൽക്കപ്പയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് മീൻ കറി, ബീഫ് കറി, ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ആക്കി നോക്കൂ. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.